അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമുസ്ലിം ആൺകുട്ടിക്ക് ഇസ്ലാം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുന്നത്? കൈഫ യുറലുൽ ഇസ്ലാമു അല സബിയ്യി, അതായത് ദഅവയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഉമറും ഒരു കൂട്ടം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളും കൂടി യാത്ര തിരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമാണ് അവർ പോയത്. ഇബ്നു സയ്യാദിൻ്റെ അടുത്തേക്കാണ് പോയത്. നമ്മൾ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞേ ഉള്ളൂ, ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞാൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു ദജ്ജാലാണോ എന്ന്. ഈനയിലെ ഒരു യഹൂദ പയ്യനായിരുന്നു, 10-15 വയസ്സുള്ള ഒരു പയ്യൻ. അവന് ജിന്നുകളിൽ നിന്നും വഹ്യ് വരാറുണ്ടായിരുന്നു. ബനി മഗാലയുടെ അടുത്തുള്ള സ്ഥലത്ത് കുറച്ച് ആൺകുട്ടികളോടൊപ്പം അവൻ കളിക്കുന്നത് അവർ കണ്ടു. ഇബ്നു സയ്യാദ് പ്രായപൂർത്തി ആവാറായിരുന്നു. അപ്പോൾ 10-12 വയസ്സേ ഉള്ളൂ എന്ന് കൂട്ടാം. റസൂലിൻ്റെ സാന്നിധ്യം അവൻ കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ തോളിൽ തടവുന്നത് വരെ, അപ്പോൾ പുറകിൽ പതുക്കെ ചെന്ന് തോളിൽ പിടിച്ചു, കൈകൊണ്ടാണ് തടകിയത്. ഇബ്നു സയ്യാദ് എന്ന് വിളിച്ചു. നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന്? അപ്പോൾ ഇബ്നു സയ്യാദ് നോക്കി റസൂലിൻ്റെ നേരെ, എന്നിട്ട് പറഞ്ഞു, താങ്കൾ എഴുത്തും വായനയും അറിയില്ലാത്ത ഉമ്മി ആയിട്ടുള്ള ആളുകളിലേക്കുള്ള റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇബ്നു സയ്യാദ് തിരിച്ചു ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, താങ്കൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന്? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിലും അവൻ്റെ റസൂലന്മാരിലും വിശ്വസിക്കുന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, നീ എന്താ കാണുന്നത്? ഇബ്നു സയ്യാദ് പറഞ്ഞു, സത്യസന്ധന്മാരായ ആളുകളും കള്ളന്മാരായ ആളുകളും എന്നെ കാണാൻ വന്നിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ മനസ്സ് ആകെ കൂലങ്കുഷമായി, അല്ലെങ്കിൽ തലകുത്തി മറിഞ്ഞ് കിടക്കുകയാണ്, അല്ലെങ്കിൽ മറിഞ്ഞ് എന്നുവെച്ചാൽ ബോധമില്ലാത്ത അവസ്ഥ പോലെ. ഈ കാര്യത്തിൽ നിനക്ക് കൃത്യമായ ഐഡിയ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു, ഞാൻ നിന്നിൽ നിന്നും നിൻ്റെ മനസ്സിൽ നിന്നും ഒരു കാര്യം ഒളിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇബ്നു സയ്യാദ് പറഞ്ഞു, അത് അദ്ദുഹ് ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, നിൻ്റെ മേൽ നാണം, അതായത് നാണക്കേട് തന്നെ നിൻ്റെ കാര്യം, നിൻ്റെ പരിധി നിനക്ക് മുറിച്ചു കിടക്കാൻ കഴിയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലേ അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് അനുവാദം തരൂ ഇവൻ്റെ തല വെട്ടിക്കളയാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവനാണെങ്കിൽ, അതായത് ദജ്ജാലാണെങ്കിൽ നിനക്ക് അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതായത് ദജ്ജാലിനെ കൊല്ലാൻ ഈസാ നബിക്ക് മാത്രമേ പറ്റുള്ളൂ, ഉമർ റളിയല്ലാഹു അൻഹുവിനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, അവൻ അതല്ലെങ്കിൽ, ദജ്ജാൽ അല്ലെങ്കിൽ കൊല്ലുന്നതിലൂടെ നിനക്ക് ഒരു മെച്ചവും കിട്ടാനുമില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തില്ല. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു സയ്യാദിനോട് ചോദിച്ചു, ഞാൻ നിന്നിൽ നിന്നും എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഒളിച്ചു വച്ചിട്ടുണ്ട്. അത് സൂറത്ത് അദ്ദുഖാൻ ആയിരുന്നു, അതായത് പുതുതായി അവതരിച്ച ഒരു സൂറത്ത്. പലതും അവിടെ അവതരിക്കുമ്പോൾ എല്ലാവരോടും പറയും. അപ്പോൾ അതിങ്ങനെ മദീന മുഴുവൻ എല്ലാവരും അറിയും, ഇന്ന വഹി വന്നിട്ടുണ്ട്, ഇതാണ് ആയത്ത്, ഇന്ന സൂറത്തിലാണ് എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നോട്ടീസ് അടിച്ച പോലെ അപ്പോൾ തന്നെ ടി വിയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ വരുന്ന പോലെ മദീനക്കാർ മുഴുവൻ അറിയും. പക്ഷേ ഈ ഒരു സൂറത്ത് വന്നപ്പോൾ റസൂല് എല്ലാവരെയും അറിയിച്ചില്ല, അത് ഒളിച്ചു വെച്ചു. എന്നിട്ട് ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് ഇബ്നു സയ്യാദ് എന്ന് പറയുന്ന പയ്യനെ. അപ്പോൾ അദ്ദുഖാൻ എന്നുള്ള സൂറത്ത് റസൂലിനും 1-2 സഹാബികൾക്ക്, ഉമർ റളിയല്ലാഹു അൻഹു എന്നേരം കൂടുതലുള്ള ഏതാനും ആളുകൾക്കേ അറിയുള്ളൂ. അപ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു സൂറത്തുമായിട്ടാണ് ഞാൻ പോകുന്നത്, അവനത് അറിയാവുന്ന നോക്കാം എന്ന് വിചാരിച്ച്. ഇബ്നു സയ്യാദ് ഏകദേശം അത് ശരിയായിട്ട് തന്നെയാണ് ഊഹിച്ചത്. അദ്ദുഖാൻ എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഇബ്നു സയ്യാദിൻ്റെ ജിന്ന് അവന് പകുതി എത്തിച്ചു കൊടുത്തായിരുന്നു. അതായത് അദ്ദുഹ് ആണ് നീ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അവന് പറയാൻ പറ്റി. അപ്പോഴേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തെളിവായി, ഇവൻ നേരായ മാർഗത്തിലുള്ള അല്ലെങ്കിൽ മര്യാദക്കാരനല്ല, അവൻ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് ആളുകളെ സൂചിപ്പിക്കുന്ന, എന്ന് വെച്ചാൽ കൈനോട്ടം അല്ലെങ്കിൽ ഓരോന്നൊക്കെ ചെയ്തിട്ട് രാജയോഗമാണ് കാണുന്നത് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ആളുകളെ സൂചിപ്പിക്കുന്ന ജിന്നുകളിൽ നിന്നും കിട്ടുന്ന ഏതാനും പൊട്ടും പൊടിയും തൊങ്ങലും ഒക്കെ വച്ച് ചേർത്ത് കൂട്ടി ഇരട്ടിയാക്കി അവരെ പറഞ്ഞ് സൂചിപ്പിച്ച് പറ്റിക്കുന്ന ഒരു സ്വഭാവമുള്ള അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് അവൻ എന്ന് റസൂലിന് മനസ്സിലായി. عن ابن عمر رضي الله عنهما أنه أخبره أن عمرا تلقى في رهط من أصحاب النبي صلى الله عليه وسلم مع النبي صلى الله عليه وسلم قبل ابن الصياد حتى وجده يلعب مع الغلمان عند حطوم بني مغالة وقد قارب يومئذ ابن الصياد يحتلم فلم يشعر حتى ضرب النبي صلى الله عليه وسلم ظهره بيده ثم قال النبي صلى الله عليه وسلم تشهد أني رسول الله
فنظر إليه ابن صياد فقال أشهد أنك رسول الأميين فقال ابن صياد للنبي صلى الله عليه وسلم أتشهد أني رسول الله قال له النبي صلى الله عليه وسلم آمنت بالله ورسله قال النبي ماذا ترى قال ابن صياد يأتيني صادق وكاذب قال النبي صلى الله عليه وسلم لبس عليك الأمر قال النبي صلى الله عليه وسلم إني قد خبأت لك خبأ قال ابن صياد هو الدخ قال النبي صلى الله عليه وسلم يخساء فلن تعدوا قدرك قال عمر يا رسول الله ائذن لي فيه أضرب عنقه قال النبي صلى الله عليه وسلم إن يكن هو فلن تسلط عليه وإن لم يكن هو فلا خير لك في قتله ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പിന്നീട് ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉബയ്യ് ഇബ്നു കഅബിനോടൊപ്പം ഇബ്നു സയ്യാദ് താമസിക്കുന്ന ഈന്തപ്പനത്തോട്ടത്തിലേക്ക് പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിൽ കയറിയപ്പോൾ അദ്ദേഹം പനമരത്തിൻ്റെ പുറകിൽ ഒക്കെ ഒളിച്ചൊളിച്ച് ആണ് പോകുന്നത്. അവനിൽ നിന്നും, അതായത് ഇബ്നു സയ്യാദിൽ നിന്നും ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള എന്തെങ്കിലും ഒരു സംസാരം കേൾക്കണമായിരുന്നു. ഏതാനും ഹദീസുകൾക്ക് മുമ്പ് കണ്ട ഹദീസാണ്. അതായത് ഇബ്നു സയ്യാദ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അവൻ എന്താണോ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത് അത് കേട്ടാൽ കാര്യം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ജിന്നിനോട് സംസാരിക്കുന്നു, അതൊക്കെ കേൾക്കുമ്പോൾ കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു സയ്യാദ് പായ വിരിച്ച് കിടക്കുകയായിരുന്നു. വെൽവെറ്റ് പുതപ്പ് പുതച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ നിന്നും മുറുമുറുക്കുന്ന ശബ്ദം അല്ലെങ്കിൽ കുശുകുശുക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇബ്നു സയ്യാദിൻ്റെ ഉമ്മ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പക്ഷെ അദ്ദേഹം പനമരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. പക്ഷെ അത് ഇബ്നു സയ്യാദിന് കാണാൻ പറ്റാത്ത രീതിയിലാണ് നിന്നത്. ഉമ്മ വേറെ ഏതെങ്കിലും ദിശയിലാർന്നിരിക്കും. അപ്പോൾ ഇബ്നു സയ്യാദിൻ്റെ ഉമ്മ കണ്ടു. എന്നിട്ട് അവൾ ഇബ്നു സയ്യാദിനെ വിളിച്ചു പറഞ്ഞു, സാഫേ, അതായിരുന്നു അവൻ്റെ പേര്. ഇബ്നു സയ്യാദ് എഴുന്നേറ്റു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സ്ത്രീ അവനെ ഒറ്റയ്ക്ക് വിട്ടിരുന്നുവെങ്കിൽ അവൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെളിപ്പെടുത്തുമായിരുന്നു. ഈ കേസിന് ഒരു തീരുമാനം ആകുമായിരുന്നു. അപ്പോൾ റസൂലിന് ഒരിക്കലും അവൻ ദജ്ജാലല്ല എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ റസൂലിന് സംശയം ഉണ്ടായിരുന്നു. പല സഹാബാക്കൾക്കും ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർക്ക് ഉറപ്പായിരുന്നു അത് ദജ്ജാലാണെന്ന്. കാരണം അവൻ പല പ്രവൃത്തികളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഖാല ഇബ്നു ഉമർ ഇൻതലഖ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉബയ്യ് ഇബ്നു കഅബ് യഅതിയാനി അൻ-നഖ്ല അല്ലദി ഫീഹി ഇബ്നു സയ്യാദിൻ ഹത്താ إذا دخل النخل طافق النبي صلى الله عليه وسلم يتقي بجذوع النخل وهو يختل أن يسمع من ابن الصياد شيئا قبل أن يراه وابن الصياد ملتجع على فراشه في قطيفة له فيها رمزة فرأت أم ابن صياد النبي صلى الله عليه وسلم وهو يتقي بجذوع النخل فقالت لابن صياد أي صاف وهو اسمه فثار ابن صياد فقال النبي صلى الله عليه وسلم لم تركته بين. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. ആളുകൾക്കിടയിൽ അള്ളാഹുവിനെ സ്തുതിച്ചു. അവൻ എന്തുമാത്രം സ്തുതി അർഹിക്കുന്നുവോ അത്രയും. എന്നിട്ട് ദജ്ജാലിനെ പറ്റി പറയാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് താക്കീത് തരുന്നു അദ്ദജ്ജാലിനെ പറ്റി. ഒരു പ്രവാചകനും എനിക്ക് മുന്നിൽ കടന്നു പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് ദജ്ജാലിനെ പറ്റി താക്കീത് കൊടുക്കാതെ. അപ്പോൾ അതായത് മുമ്പുണ്ടായിരുന്ന ഒരുപാട് നബിമാർ അന്ന് കാലത്തും ദജ്ജാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നൂഹ് അദ്ദേഹത്തിൻ്റെ സമുദായത്തിനോട് ഈ താക്കീത് കൊടുത്തിരുന്നു. പക്ഷെ ഒരു പ്രവാചകനും അവരുടെ സമുദായത്തോട് പറയാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മനസ്സിലാക്കുക, അവൻ ഒറ്റക്കണ്ണനാകുന്നു. നിങ്ങളുടെ അള്ളാഹു ഒറ്റക്കണ്ണൻ അല്ല. അപ്പോൾ ഒറ്റക്കണ്ണ് കണ്ടാൽ അവൻ്റെ പുറകെ പോകാതിരിക്കുക. അള്ളാഹ് എന്ന് പറഞ്ഞാലും സ്വർണവും വെള്ളിയും തന്നാലും കൃഷി നശിപ്പിക്കുക, അല്ലെങ്കിൽ കൃഷി ഉണ്ടാക്കുക, മഴ പെയ്യിപ്പിക്കുക, മഴ നിർത്തുക, പ്രകൃതിയുടെ ഒരുവിധം നിയമങ്ങളൊക്കെ അയാളുടെ കാൽ കീഴിലായിരിക്കും. അയാൾ ഉദ്ദേശിക്കുന്നത് പോലെ പ്രകൃതി പെരുമാറാൻ തുടങ്ങും. വിശ്വസിക്കാത്ത നാടുകളൊക്കെ പട്ടിണിയും പരിവട്ടവും വെള്ളമില്ലായ്മയും മഴയില്ലായ്മയൊക്കെ ആയിട്ട് നശിപ്പിച്ചു കളയും. അയാളിൽ വിശ്വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ വലിയ സമുദായങ്ങൾ വളരെ വിശാലമായി കാര്യമായി അടിച്ചു പൊളിച്ച് ജീവിക്കാൻ മാത്രം പൈസയും കൊടുക്കും. ഖാല ഇബ്നു ഉമർ സുമ്മ ഖാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നാസി
فإثنى على الله بما هو أهله ثم ذكر الدجال فقال إني أنذركموه وما من نبي إلا قد أنذر قومه لقد أنذره نوح قومه ولكن سأقول لكم فيه قولا لم يقله النبي لقومه تعلمون أن ഇതിലൊരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സകല നബിമാരും അവരുടെ സമുദായത്തിനോട് ദജ്ജാൽ വരും ലോകാവസാനമാകുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ എന്നോ ഒരു കാലത്ത് വരും എന്നായിരുന്നില്ലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അവരോട് പറഞ്ഞിട്ടുണ്ടാവും ലോകം അവസാനിക്കാൻ തൊട്ടടുത്ത് തന്നെയാണ് ലോകാവസാനം, വലിയ താമസം കൂടാതെ ലോകം അവസാനിക്കും, അവസാനത്തെ പ്രവാചകൻ വരാനുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ലോകാവസാനമാണ് എന്നൊക്കെ ആയിരിക്കും അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ദജ്ജാൽ വരും, സൂക്ഷിച്ചോളണം എന്നൊക്കെ. നമ്മളോടും അത് തന്നെയാണ് പറഞ്ഞത്. റസൂൽ പറഞ്ഞ ഉടനെ തന്നെ പല സഹാബാക്കൾക്കും റസൂലിൻ്റെ ഒരു ഭാര്യയ്ക്ക് പോലും വൈകുന്നേരം ഇരുട്ടായി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാൻ പേടിയായിരുന്നു. കാരണം ആ പനയുടെയോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള മരത്തിൻ്റെയോ മറവിൽ ദജ്ജാൽ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നുമായിരുന്നു. എന്നുവെച്ചാൽ അത്രയധികം ദജ്ജാലിനെ പറ്റി റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നി. അത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് ദജ്ജാൽ വരുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം. അതായത് റസൂൽ ജീവനോടെ ഇരിക്കുന്ന കാലം നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോയതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കുക, മലമുകളിലേക്ക് ഓടിപ്പോവുക, പിന്നെ അൽക്കാഫിൻ്റെ ആദ്യത്തെ 10 കാണാതെ പഠിക്കുക, അത് ചെല്ലുക, അതല്ലെങ്കിൽ അൽക്കാഫിൻ്റെ അവസാനത്തെ 10 അഭിപ്രായമുണ്ട്, അത് കാണാതെ പഠിക്കുക, ചെല്ലുക. അപ്പോൾ ദജ്ജാൽ വരുമ്പോൾ മലമുകളിലേക്ക് ഓടിപ്പോവുക, അല്ലാതെ ദജ്ജാലിനെ കാണാൻ പോകരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം, അലി ഉപദേശം യഹൂദന്മാർക്ക് അലി അവരോട് പറഞ്ഞത്, ഇസ്ലാം സ്വീകരിക്കൂ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് വിശദീകരിച്ചിരിക്കുന്നത്. ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ യഹൂദി അസ്ലിമു തസ്ലമു ഖാലഹു അൽ മഖ്ബുരിയു അൻ അബി ഹുറൈറത്ത. കുറച്ചാളുകൾ സുരക്ഷിതത്വമല്ലാത്ത അല്ലെങ്കിൽ ഒരു സ്വീകാര്യത ഇല്ലാത്ത മുസ്ലിം രാജ്യത്ത് ഇസ്ലാം സ്വീകരിച്ചാൽ, അതായത് അവിടെ ആ ഇസ്ലാം മതം സ്വീകാര്യമല്ല എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും. മുസ്ലിങ്ങളെ കാണാൻ പാടില്ല, കണ്ട ഓടിച്ചിട്ട് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ മക്കയിലെ അന്നത്തെ അവസ്ഥ പറയുക. അതുപോലെ മക്കയിലെ പണ്ടത്തെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് മുസ്ലിങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അടി, തൊഴി, കുത്ത്, കൊല്ലൽ അതുവരെയൊക്കെ ചെയ്തിട്ടുണ്ട് മക്ക മുശ്രിക്കുകൾ. അപ്പോൾ അതുപോലത്തെ ഒരു അമുസ്ലിം രാജ്യത്ത് ഉള്ള ആളുകൾ ഇസ്ലാം സ്വീകരിച്ചാൽ അവർക്ക് അവിടെ സമ്പത്ത്, സ്വത്ത് ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെ ബാക്കിയുള്ളതെല്ലാം അവരുടേത് ആകുന്നു. ഇദാസ്ലമ ഖൗമുൻ ഫി ദാരിൽ ഹർബി വലഹും മാലുൻ വ അറദൂന ഫഹിയ ലഹും. ഹർബ് എന്ന വാക്കാണ് ഉദ്ദേശിക്കുന്നത്, ഏതാണ്ട് ഈ യുദ്ധസമാനമായ അവസ്ഥയുള്ള രാജ്യം. ഉസാമ ബിൻ സെയ്ദ് വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ സമയത്താണ് ചോദിച്ചത്, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കൾ എവിടെയാണ് നാളെ താമസിക്കുക? അദ്ദേഹം പറഞ്ഞു, ഹഖീൽ നമുക്ക് എന്തെങ്കിലും വീടുകൾ ബാക്കി വെച്ചിട്ടുണ്ടോ? അദ്ദേഹം കൂട്ടിച്ചേർത്തു, നാളെ നമുക്ക് ഖൈഫ് ബനി കിനാനയുടെ അടുത്ത് താമസിക്കാം, അതായത് അൽ മുഹസ്സബ് എന്ന സ്ഥലത്ത്. അവിടെയാണ് മുശ്രിക്കുകൾ, ഖുറൈശികളിൽ നിന്നുള്ള മുശ്രിക്കുകൾ ഒരു കുഫറിൻ്റെ ശപഥം ചെയ്തത്. അതായത് ഏകദൈവ വിശ്വാസത്തിനോട് ശത്രുത പുലർത്തിക്കൊള്ളാമെന്നും ഒരിക്കലും അവർ അംഗീകരിക്കില്ല എന്നും ഒക്കെയുള്ള അവരവരുടെ വിശ്വാസ പരമ്പരയെ മുറുകെ പിടിക്കും എന്നൊക്കെയുള്ള ഒരു സത്യപ്രതിജ്ഞ. ആ സത്യപ്രതിജ്ഞയിൽ ബനി കിനാന ഖുറൈശികളുമായി സഖ്യം ചേർന്നിരുന്നു ബനി ഹാഷിമിൻ എതിരെ. അതിലവരുടെ വാഗ്ദാനം ഇതായിരുന്നു, അവർ ഈ ഗോത്രങ്ങളുമായി അല്ലെങ്കിൽ ഈ ഗോത്രത്തിലെ ആളുകളുമായി ഒരു ഇടപാടും നടത്തുന്നതല്ല, അവർക്ക് സഹായവും കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ അഭയം കൊടുക്കുന്നതല്ല. അസ്സുഹരി പറയുന്നു, അൽ ഖൈഫ് എന്ന് പറഞ്ഞാൽ താഴ്വര എന്നാകുന്നു. ഇതിനു മുമ്പ് 2ാമത്തെ വാല്യത്തിൽ 1589 ഹദീസിൽ നമ്മൾ കണ്ടതാണ്. അൻ ഉസാമത ഇബ്നു സെയ്ദിൻ ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഐന തൻസിലു ഗദൻ ഫി ഹജ്ജതിഹി ഖാല വഹൽ തറക ലനാ ഖീലുൻ മൻസിലൻ ثم قال نحن نازلون غدا بخيف بني كنانة المحصب حيث قاسمت قريش على الكفر وذلك أن بني كنانة خالفت قريشا على بني هاشم ألا يبايعوهم ولا يؤوهم قال الزهري والخيف الوادي. അസ്ലം വിശദീകരിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വതന്ത്രനായ ഒരടിമ, ഹുനയ്യ എന്നു പേരുള്ള ഒരു അടിമയെ അവരോധിച്ചു, അല്ലെങ്കിൽ ഒരു ജോലി കൊടുത്തു. അത് ഹിമയുടെ മാനേജറായിട്ടാണ് കൊടുത്തത്. ഹിമ എന്ന് പറഞ്ഞാൽ സർക്കാർ
പുൽമേട് എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടകങ്ങൾക്കും മൃഗങ്ങൾക്കും സക്കാത്തിൻ്റെ സദക്കയുടെയൊക്കെ മൃഗങ്ങൾക്കൊക്കെ മേയാനുള്ള ഒരു പുൽത്തകിടി, അതാണ് ഹിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാനേജറായിട്ടാണ് ഹുനയ്യ എന്ന് പറയുന്ന മുൻ അടിമയെ അവരോധിച്ചത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാണത് കൊടുത്തത്. അദ്ദേഹം അവരോട് പറഞ്ഞു, അല്ലയോ ഹുനയ്യ, മുസ്ലിങ്ങളെ നീ അടിച്ചമർത്തരുത്, അവരുടെ ശാപങ്ങളെ നീ തട്ടിക്കളയുക, അല്ലെങ്കിൽ നിന്നിലേക്ക് വരാതെ ഒഴിവാക്കി വിടുക, അത് നിനക്കെതിരെയുള്ള ദുആകളെ. കാരണം അടിച്ചമർത്തപ്പെട്ട ആളുടെ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതാകുന്നു അള്ളാഹുവിനാൽ. പാവങ്ങളായ ആട്ടിടയന്മാർ, അതായത് കുറച്ച് ഒന്നും രണ്ടും അല്ലെങ്കിൽ അതുപോലെ നിസ്സാരമായ ആടുകളോ ഒട്ടകങ്ങളോ ഉള്ള ചെറിയ ചെറിയ ഇടയന്മാരുടെ മൃഗങ്ങളെ അവിടെ പുല്ല് തിന്നാൻ നീ അനുവദിക്കണം. അവരുടെ മൃഗങ്ങൾക്ക് നീ സംരക്ഷണം കൊടുക്കുകയും അവയെ നോക്കുകയും വേണം. അതായത് ഇച്ചിരി വെള്ളം കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെ കിണറിൻ്റെ കരയിൽ വെള്ളം കോരി ഒരു ചെറിയ ഹൗല് അല്ലെങ്കിൽ ഒരു കുഞ്ഞി കുഴി ഉണ്ടാക്കി അതിനകത്ത് വെള്ളം കോരി ഇടുമായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ. അപ്പോൾ അതുപോലെ വെള്ളം റെഡിയാക്കി വയ്ക്കുക, അപ്പോൾ കന്നാലികൾക്ക് ഒന്ന് കുടിക്കാം. പിന്നെ അത് മാത്രമല്ല, അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മൃഗങ്ങളെയും പിന്നെ ഇബ്നു അഫ്ഫാൻ അതായത് ഉസ്മാൻ്റെയും മൃഗങ്ങളെ അനുവദിക്കരുതെന്ന് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായാൽ അവർക്ക് തിരിഞ്ഞു പോകാൻ അല്ലെങ്കിൽ സഹായത്തിനായിട്ട് അല്ലെങ്കിൽ കൈത്താങ്ങായിട്ട് കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഉണ്ട്. അതായത് അബ്ദുറഹ്മാൻ ബിൻ ഔഫും ഉസ്മാൻ ബിൻ അഫ്ഫാനും അവിടുത്തെ വലിയ പണക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ മൃഗങ്ങളെ ഈ പൊതുസ്ഥലത്ത് പുല്ല് തിന്നാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിച്ചിരുന്നില്ല. കാരണം അതൊരു രീതിയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ന്യായപരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫ ഉമർ എന്ന പേരിൽ ലോകം മുഴുവൻ ഇപ്പോഴും അറിയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ നീതി കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഇവർക്ക് നമ്മുടെ മൃഗങ്ങൾ പട്ടിണി കൊണ്ട് ചത്തുപോയാലും കുഴപ്പമില്ല, അവർക്ക് വേറെ കച്ചവടവും പറമ്പും കാര്യങ്ങളും കൃഷിയും ഒക്കെ ഉണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകളുടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഇവരെ കയറ്റരുത്, പാവങ്ങളെ കയറ്റിക്കോളും, അതാണ് ഉദ്ദേശം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏതാനും ആടുകളോ അല്ലെങ്കിൽ ഒട്ടകങ്ങളോ ഉള്ള ഇടയന്മാർ അവരുടെ ആ മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അവരുടെ ആശ്രിതരെയും കൂട്ടി, അതായത് ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക്, അതായത് ഖലീഫയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പരാതി പറയും, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവേ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ. അങ്ങനെ അവർ പറഞ്ഞാൽ എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പമായി തോന്നുന്നത് വെള്ളവും പുല്ലും അവർക്ക് കൊടുക്കുക എന്നുള്ളതാകുന്നു. അവരുടെ ഒട്ടകങ്ങളോ ആടുകളോ ചത്തുപോയി കഴിയുമ്പോൾ പട്ടിണി കൊണ്ട് അവർക്ക് സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിനേക്കാൾ നല്ലത്. അതായത് മുസ്ലിങ്ങളുടെ ഖജനാവിൽ നിന്ന് സ്വർണം വെള്ളി എടുത്ത് പാരിതോഷികമായി നഷ്ടപരിഹാരമായി കൊടുക്കേണ്ടി വരും. ഇന്ന് അതുണ്ട്. കൃഷിനാശമൊക്കെ സംഭവിക്കുമ്പോൾ കൃഷി ഓഫീസറുടെ അടുത്ത് പരാതി കൊടുത്തു, കാറ്റത്ത് വാഴ ഒടിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് പോലെ അന്നും ഇതുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് അവർ പരാതി പറഞ്ഞാൽ ഞാൻ അവർക്ക് സ്വർണവും വെള്ളിയും കൊടുക്കുന്നതിൽ നല്ലത് ഇപ്പോൾ പുല്ലും വെള്ളവും കൊടുക്കുന്നതാണ്. ഭയങ്കര ലാഭമാണത്. അള്ളാഹുവാണെ ആളുകൾ വിചാരിക്കുന്നു ഞാൻ അവരോട് അനീതി കാണിക്കുന്നു എന്ന്, അല്ലെങ്കിൽ നീതി തുല്യത കാണിക്കുന്നില്ല. ഇത് അവരുടെ ഭൂമിയാകുന്നു അല്ലെങ്കിൽ നാടാകുന്നു. ഇസ്ലാമിക നിയമത്തിന് മുമ്പ് ഇത് അവരുടേതായിരുന്നു. അവർ അതിനുവേണ്ടി യുദ്ധം ചെയ്തു അല്ലെങ്കിൽ തമ്മിൽ തല്ലി, എന്നിട്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു സ്വന്തം ഇഷ്ടത്തോടുകൂടി. ഈ സ്ഥലങ്ങളൊക്കെ അവരുടെ കയ്യിൽ ആയിരുന്നപ്പോൾ തന്നെയാണ് അവർ മുസ്ലിം ആയത്. എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. എൻ്റെ മൃഗങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലെങ്കിൽ, അതായത് എൻ്റെ അധികാരത്തിലുള്ള മൃഗങ്ങൾ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ സദക്ക സക്കാത്തിൻ്റെയൊക്കെ മൃഗങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അതായത് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ ഖലീഫയുടെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ അധികാരത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കാൻ ഉള്ളതാകുന്നു. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അവരുടെ കുറേ സ്ഥലം ഞാൻ ഹിമ ആക്കുമായിരുന്നില്ല. അതായത് ഇസ്ലാമിന് മുമ്പ് ആളുകൾക്കുണ്ടായിരുന്ന സമ്പത്തും സ്വത്തും പറമ്പും ഒക്കെ അവർ മുസ്ലിം ആയപ്പോൾ അവരിൽ നിന്നും കുറച്ച് തിരിച്ചു പിടിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗവൺമെൻറ് കുറച്ച് സ്ഥലം തിരിച്ചു പിടിച്ചു, നീ അത് ഉപയോഗിക്കുന്നില്ല, അതെനിക്ക് വേണം, ഉപയോഗിക്കാത്ത മണ്ണ് പിടിച്ചെടുക്കുക എന്നുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു രീതിയായിരുന്നു. എന്നിട്ട് അതിനെ പൊതുസ്വത്തായി അല്ലെങ്കിൽ ഹിമ ആയിട്ട് പ്രഖ്യാപിക്കും, പുൽമേട് ആയിട്ട്. അപ്പോൾ പാവങ്ങൾക്ക് അവിടെ വന്ന് പുല്ല് തീറ്റിക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതായത് എനിക്ക് എൻ്റെ കയ്യിൽ ഗവൺമെൻറ് മൃഗങ്ങളുള്ളത് കൊണ്ട് അവയ്ക്ക് മുൻതൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് ഞാൻ സ്ഥലം പിടിച്ചു വാങ്ങി ഹിമ ഉണ്ടാക്കുമായിരുന്നില്ല.
عن زيد بن أسلم عن أبيه أن عمر بن الخطاب رضي الله عنه استعمل مولى له يدعى هنيا على الحمى فقال يا هني اضمم جناحك عن المسلمين واتقي دعوة المسلمين فإن دعوة المظلوم مستجابة وأدخل رب سريمتي ورب الغنيمة وإياي ونعم ابن عوف ونعم ابن عفان فإنهما إن تهلك ماشيتهما يرجعان إلى نخل وزرع وإن رب سريمة ورب الغنيمة إن تهلك ماشيتهما يأتيني ببيته فيقول يا أمير المؤمنين يا أمير المؤمنين أفتاركهم أنا لا أبا لك فالماء والكلء أيسر علي من الذهب والورق وأيم الله إنهم لا يرون أني قد ظلمتهم إنها لبلادهم قاتلوا عليها في الجاهلية وأسلموا عليها في الإسلام والذين نفسي بيدي لولا المال الذي أحمل عليه في سبيل الله ما حميت عليهم من بلادهم شبرا. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.